അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറില്ലേ? അല്ലെങ്കിൽ ഒരു വീട്ടിൽ നടക്കുന്ന വഴക്ക്, ഇതൊക്കെ ആ ഒരു വീട്ടിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഹെവിനെസ് കൊണ്ടുവരും. ചിലപ്പോഴൊക്കെ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമൊന്നുമല്ല, നമ്മളുടെ ചുറ്റുപാടിൽ നിന്നും കൂടി നമ്മളെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്മെല്ല്, ഒരു നല്ല സുഗന്ധം നമ്മളുടെ മനസ്സിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫീലിങ്സിനെ ചേഞ്ച് ചെയ്യും. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് കാരണം എനിക്ക് വന്നിട്ടുള്ള ഒന്ന് രണ്ട് മെസ്സേജുകളാണ്. ഒരേ കാര്യം തന്നെ പലര് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം അല്ലേ? എനിക്കൊരു മെസ്സേജ് വന്നത് ഇങ്ങനെയായിരുന്നു: ചേച്ചി, ഞാൻ പുറത്തൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്, എനിക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷേ ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്, എനിക്കൊരു സന്തോഷവും ഇല്ല, സമാധാനമില്ല. എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പോലും പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഉള്ളത്. അതുപോലെ മറ്റൊരു വ്യക്തി പറഞ്ഞ കാര്യം, അവർ എന്തൊക്കെയോ രൂപങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. രാത്രിയിലൊക്കെ എന്തോ നിഴല് പോലെ ഓരോ രൂപങ്ങളെ കാണുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ മനസ്സിൻ്റെ തോന്നലാവാം. എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ അവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ആ എനർജി നമ്മളുടെ മനസ്സിനെ കൂടി ബാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജിയെ റിമൂവ് ചെയ്യാനുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഹെവി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഒക്കെ ആകപ്പാടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. നമ്മളുടെ ഉള്ളിലുള്ള എനർജി മാത്രമല്ല, നമ്മളുടെ ചുറ്റുപാടുമുള്ള എനർജിയും നമ്മളെ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. എല്ലാ എനർജിയും അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വലിച്ചു വാരിയിട്ടിരിക്കുന്നൊരു റൂം, നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നടക്കുന്ന വഴക്ക്, ഇതൊക്കെ ആ ഒരു വീട്ടിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഹെവിനെസ് കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എനർജി എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഈവൻ നമ്മളുടെ റിലേഷൻഷിപ്പിനെ വരെ ഡ്രെയിൻ ചെയ്യാൻ അതിന് പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു 3 പവർഫുൾ റെമഡീസ് എന്ന് നോക്കാം. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ വീട് ഒന്ന് ഡീക്ലട്ടർ ചെയ്യുക. എന്താണ് ഡീക്ലട്ടറിങ്? നമ്മുടെ വീടെന്ന് പറയുന്നത് ജസ്റ്റ് വാൾസും ഫർണിച്ചറും ഒക്കെയുള്ള ഒരു പ്ലേസ് മാത്രമല്ല, നമ്മളുടെ മനസ്സിൻ്റെ റിഫ്ലക്ഷൻ കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ പഴയ കുറേ വസ്ത്രങ്ങൾ, പൊട്ടിപ്പോയ സാധനങ്ങൾ, കുറേ ആവശ്യമില്ലാത്ത പേപ്പറുകൾ, നമ്മൾ വർഷങ്ങളായിട്ട് ഒരു ഉപയോഗവും ഇല്ലെങ്കിൽ പോലും വെറുതെ ഒരിടത്ത് വെച്ചിരിക്കുന്ന കുറേ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, ഇതൊക്കെ ചില എനർജിയെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ എനർജിയാണ് നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഫ്ലോ ചെയ്യാൻ തടസ്സമായിട്ട് നിൽക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ജനലും വാതിലും ഒക്കെ ഒന്ന് തുറന്നിടുമ്പോൾ, എന്നിട്ട് പുറത്തുനിന്ന് വായുവൊക്കെ ഒന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ലേ? അതായത് അവിടെ വീണ്ടും എനർജി സർക്കുലേഷൻ നടക്കാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും മാറ്റുക എന്നുള്ളതാണ്. അതിനെയാണ് ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത്. എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നല്ല സാധനങ്ങളുണ്ടെങ്കിൽ അത് ഡൊണേറ്റ് ചെയ്യുക. പൊട്ടിപ്പോയതും ആവശ്യമില്ലാത്തതുമായുള്ള സാധനങ്ങൾ കളയുക. കത്തിച്ചു കളയാനുള്ളതൊക്കെ കത്തിച്ചു കളയുക. ചില ആളുകളൊക്കെ 10ഉം 12ഉം വർഷം മുമ്പുള്ള മൊബൈൽ ചാർജേഴ്സ് വരെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഒരാവശ്യവും ഇല്ല അല്ലേ? പക്ഷേ അത് വെറുതെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കും. അതിനൊക്കെ ഒരു സ്റ്റാഗ്നൻറ്റ് എനർജി ഉണ്ട്. അത് നമ്മൾ റിമൂവ് ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇങ്ങനെ ഒരു ഡീക്ലട്ടറിങ് നടത്തുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിന് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എന്താണ് ആ ഒരു മെസ്സേജ് എന്നറിയാവോ? നിങ്ങൾ പുതിയ കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യുകയാണ് എന്നാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ
കുന്തിരിക്ക ഉപയോഗിച്ച് ക്ലെൻസിങ് ചെയ്യുക എന്നുള്ളതാണ്. കുന്തിരിക്കമെന്നല്ല, നിങ്ങൾ സാമ്പ്രാണിയോ ഇൻസെൻസ് സ്റ്റിക്സോ അങ്ങനെ എന്തെങ്കിലും നല്ല സുഗന്ധം തരുന്ന എയർ പ്യൂരിഫിക്കേഷന് സഹായിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും അല്ലെങ്കിൽ കഴിയുന്നത്ര ദിവസവും പുക അടുപ്പിക്കുക. പ്രാചീന കാലത്തൊക്കെ ഈ കുന്തിരിക്കം അന്ന് തൊട്ടേ ഉപയോഗിക്കുന്നതാണ്, എയർ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സയൻസും പറയുന്നുണ്ട് ഈ കുന്തിരികത്തിൻ്റെ ഫ്യൂംസിന് ബാക്ടീരിയയെ കൊല്ലാൻ സാധിക്കും, നമ്മളുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും, നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു കാംനെസ് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ. ഇനി സ്പിരിച്വാലിറ്റിയിലാണെങ്കിൽ അത് നെഗറ്റീവ് വൈബ്രേഷനെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാധാരണ ചെയ്യുന്നത് എന്തെങ്കിലും ചിരട്ടയോ മറ്റോ കത്തിച്ചതോ അല്ലെങ്കിൽ വിറക് കഷ്ണം കത്തിച്ചതോ മറ്റോ ഉണ്ടെങ്കിൽ അതിലേക്ക് കുന്തിരിക്കം പൊടിച്ചത് തൂവുന്നു. എന്നിട്ട് എല്ലാ റൂമിൽ കൂടിയും ഈ ഒരു പുകയുമായി നമ്മൾ നടക്കണം. അപ്പോൾ ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ നമ്മളെ അനുവദിക്കണം. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ എല്ലാ ജനലുകളും വാതിലുകളും തുറന്നിടുക. ഈ പുകയിൽ കൂടി നെഗറ്റീവ് എനർജി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമെന്നാണ് ഒരു വിശ്വാസം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്ക, ഒരു കർപ്പൂരം ഇത്രയും കൂടി വേണമെങ്കിൽ ഇടാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള സ്മെല്ല്, ഒരു നല്ല സുഗന്ധം നമ്മളുടെ മനസ്സിനെ ഇൻസ്റ്റൻ്റായിട്ട് ഫീലിങ്സിനെ ചേഞ്ച് ചെയ്യും. അത് നിങ്ങൾക്കെല്ലാം ഉറപ്പാണല്ലോ. നല്ലൊരു സുഗന്ധത്തിന് അല്ലെങ്കിൽ നല്ലൊരു പാട്ടിന് നമ്മുടെ മൂഡിനെ മാറ്റാൻ പറ്റും അല്ലേ? സോ ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ലൈറ്ററായിട്ട്, കാമറായിട്ട്, വളരെ പീസ്ഫുള്ളായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം പറയാം. മൂന്നാമത്തെ കാര്യം കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ഈ കല്ലുപ്പെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ അബ്സോർബറാണ് നെഗറ്റീവ് എനർജിയുടെ. നമ്മുടെ പൂർവികരൊക്കെ ഈ ഒരു കല്ലുപ്പ് പല റിച്വൽസിനും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, ഒരു പാത്രത്തിൽ കുറച്ച് റോ സോൾട്ട് എടുത്തിട്ട് നിങ്ങളുടെ മുറിയുടെ 4 കോർണറിൽ വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ 4 മൂലയ്ക്ക് വയ്ക്കാം. അകത്ത് വയ്ക്കണം. എന്നിട്ട് 24 മണിക്കൂറിന് ശേഷം ഈ റോ സോൾട്ട് എടുത്ത് പുറത്ത് എവിടെയെങ്കിലും കളയുക. എന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു എനർജി ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോർമലി നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, തറയൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ആ സൊല്യൂഷൻ്റെ കൂടെ തന്നെ കുറച്ച് കല്ലുപ്പ് കൂടി ആ വെള്ളത്തിലേക്ക് ഇടുക. അതിനുശേഷം മോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഇതും നെഗറ്റീവ് എനർജി, നമ്മളുടെ വീട്ടിലെവിടെയെങ്കിലും നെഗറ്റീവ് എനർജി സ്റ്റക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനും പോസിറ്റിവിറ്റി വെച്ച് റിഫ്രഷ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമൊന്നുമല്ല, നമ്മളുടെ ചുറ്റുപാടിൽ നിന്നും കൂടി നമ്മളെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും കംപ്ലൈൻറ്റ്സ് പറയുന്നവർ, എല്ലാവരോടും ജലസ് ഉള്ളവർ, കോൺസ്റ്റൻ്റ് ആയിട്ട് നെഗറ്റീവ് ടോക്സ് മാത്രം പറയുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരിക്കും. ഇതും നമ്മളെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മളൊരു മെൻ്റൽ ഷീൽഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഇവരുമായി ഇടപഴകുന്ന സമയത്ത് നമുക്ക് പറയാം, ഈ എനർജി നമ്മുടെയല്ല, ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് സമാധാനമാണ്, പോസിറ്റിവിറ്റിയാണ്. ഇങ്ങനെ നിങ്ങളോട് തന്നെ പറയാം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയാൻ വരുമ്പോൾ മനസ്സിൽ സ്റ്റോപ്പ് എന്നോ ക്യാൻസൽ എന്നോ പറയാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വളരെ വൃത്തിയായി അടുക്കി വയ്ക്കുക. 2, കുന്തിരിക്കം ഉപയോഗിച്ച് പോസിറ്റീവ് എനർജി ഫ്ലോ ഉണ്ടാക്കുക. 3, റോ സോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടവും ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 3 ടെക്നിക്ക്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു 3 ടെക്നിക്കാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൈറ്ററാവും, ഹാപ്പിയറാവും, നിങ്ങളുടെ ലൈഫ് തന്നെ ഗുഡ് വൈബ്സായി മാറും. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങളുടെ വീട് നിങ്ങൾ ക്ലീൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, എനർജി ക്ലീൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആകും. നിങ്ങളുടെ ലൈഫ് സക്സസ്സിലേക്ക് പോകാനും തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.